ജീവിതകാലം മുഴുവൻ ഒരു തുണയായി, ഒരു സുഹൃത്തായി, ഒരു പങ്കാളിയായി തന്നോടൊപ്പം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചാണ് ഓരോ വ്യക്തിയും വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. പക്ഷേ ചിലരുടെ ജീവിതത്തിൽ ആ വിശ്വാസം നഷ്ടപ്പെടുന്നത് പല രൂപത്തിലാണ്. വിധിയുടെ വിളയാട്ടം എന്നൊക്കെ നമുക്ക് സാഹിത്യ ഭാഷയിൽ വേണമെങ്കിൽ പറയാം. പക്ഷേ അതിലേറെ സങ്കടം ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ അവർ ഈ ലോകത്ത് അനുഭവിക്കേണ്ടി വരുന്ന സങ്കടങ്ങൾ അല്ലെങ്കിൽ ദുരിതങ്ങൾ, പ്രത്യേകിച്ച് സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്ക് നേരിടേണ്ടി വരുന്ന മനോവ്യഥകൾ. ഇതാണ് ഇന്നത്തെ സെൽഫിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ ഇന്ന് നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് ശ്രീലത നമ്പൂതിരി, നീന, കലാനിലയം ശാന്ത, സബീന ശശാങ്കൻ, തങ്കം രമേശ്, ഡോക്ടർ ഗിരീഷ്. ഇവർ മാത്രമല്ല, ഇവരോടൊപ്പം ഓൾ കേരള വിഡോസ് വെൽഫെയർ അസോസിയേഷനിലെ അംഗങ്ങളും നമ്മളോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം. ശ്രീലത ചേച്ചി, ആദ്യം ചേച്ചിയിലേക്ക് തന്നെ വരാം. ഞാൻ കണ്ട ശ്രീലത നമ്പൂതിരി എന്ന വ്യക്തി ഞാൻ ആദ്യമായിട്ട് കുന്നംകുളത്ത് ചേച്ചി താമസിച്ച വീട്ടിൽ വന്ന് കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് ഒരുപാട് അതിശയം തോന്നിയിരുന്നു ചേച്ചിയുടെ ജീവിതം കണ്ടിട്ട്. കാരണം സിനിമ എന്ന ഒരു ഗ്ലാമർ ലോകത്ത് നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ലോകം, ഒരു ആയുർവേദ ശാലയിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇങ്ങനെ മരുന്ന് ഇളക്കിക്കൊണ്ടിരിക്കുന്ന ശ്രീലത ചേച്ചിയായിരുന്നു. അത് ഇങ്ങനെ നൈറ്റിയൊക്കെ എടുത്ത് ഇങ്ങനെ കുത്തി ലേഹിയോ എന്തോ ഇങ്ങനെ അടുപ്പത്ത് അതിങ്ങനെ വെട്ടിത്തിളയ്ക്കുന്നുണ്ട്. അതിങ്ങനെ ചേച്ചി ഇങ്ങനെ ഇളക്കുമ്പോൾ അത് തെറിക്കുന്നുണ്ട് കാലിൽ. അപ്പം കാല് മുഴുവൻ ഇങ്ങനെ പൊള്ളിയിട്ട് വല്ലാത്ത. അപ്പം ഞാൻ ആലോചിച്ചു, ഇങ്ങനെയൊക്കെ ഈ സിനിമാ ലോകത്ത് നിന്ന് പോയിട്ട് ഇങ്ങനെയൊക്കെ ജോലി ചെയ്യാൻ ഒരു പ്രത്യേക മനസ്സ് വേണം. അന്ന് ഒരുപാട് റെസ്പെക്റ്റ് തോന്നി. ഒരു വിവാഹം കഴിച്ചൊരു കുടുംബിനിയായി ജീവിക്കുമ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ജീവിക്കണം, അങ്ങോട്ട് പോയാൽ ഞാൻ അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്നൊരു മനസ്സ് വരുന്ന വളരെ അപൂർവം ചിലർക്കാണ്. വേണമെങ്കിൽ ചേച്ചിക്ക് അതൊക്കെ വെറുതെ സൂപ്പർവൈസ് ചെയ്ത് ദൂരെ നിന്നൊക്കെ നോക്കി നടത്താമായിരുന്നു. പക്ഷെ അവിടെ ഒരു ചേച്ചി കണ്ട ഒരു വല്ലാത്തൊരു സുരക്ഷിതത്വം, ഒരു സേഫ്റ്റി ഞാൻ കണ്ടിരുന്നു. ചേച്ചി അന്നത്തെ കാലത്തെ എങ്ങനെയാണ് ഇന്ന് ഓർമ്മിക്കുന്നത്? സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസങ്ങളായിരുന്നത്. കാരണം ഒരു തിരക്കുള്ള സിനിമ ജീവിതത്തിൽ നിന്ന് ഒരു മാറ്റം വന്നു. പിന്നെ എനിക്ക് തന്നെ തോന്നി ഒരു ഗട്ട്സുള്ള വ്യക്തിയാണ് അദ്ദേഹം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിച്ചത് തന്നെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്വഭാവ രീതിയും എന്നെ കൂടുതൽ മനസ്സിലാക്കിയ ഒരു വ്യക്തി. അപ്പം ഞാൻ വെജിറ്റേറിയൻ അല്ലായിരുന്നു, ഞാൻ നോണായിരുന്നു കഴിച്ചിരുന്നത്. പക്ഷേ എന്നാലും കുന്നംകുളത്ത് വന്നതിന് ശേഷം ഈ വെജിറ്റേറിയൻ കഴിക്കുമ്പോഴൊക്കെ ഉള്ള അസ്വസ്ഥതയൊക്കെ എനിക്കറിയാം. എന്നാലും അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ട് എല്ലാ ആഴ്ചയും എന്നെ ഇങ്ങനെ കൊണ്ടുപോയി തൃശ്ശൂർ ഓണയിൽ ഹോട്ടലിൽ കൊണ്ടുപോയി നോൺ വെജിറ്റേറിയൻ കഴിപ്പിക്കും. അദ്ദേഹം ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പം അങ്ങനെ എൻ്റെ മനസ്സിനെ പറ്റിയും എൻ്റെ സ്വഭാവത്തെ പറ്റിയും കൂടുതൽ മനസ്സിലാക്കിയ ഒരു വ്യക്തി. പിന്നെ എല്ലാ കാര്യങ്ങളിലും നമ്മൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, എന്ത് വേണേലും വായിക്കാനും എന്തിനും ഒന്നും. പക്ഷെ ഞാനതൊന്നും ചെയ്യാറില്ല. പിന്നെ ഞാൻ എന്താ വിചാരിച്ചൊന്നുമില്ല, എനിക്ക് അങ്ങനെ ഒരു ഏറ്റവും നല്ലൊരു ജീവിതം തന്ന വ്യക്തി എന്നെക്കാട്ടിലും കുറച്ചുകൂടെ ചെറുപ്പമോ അല്ലെങ്കിൽ നല്ല പെൺകുട്ടികളെ അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു. അതാണ് ഞാൻ ആലോചിച്ചത്. പിന്നെ വലിയ ഒരു ഓർത്തഡോക്സ് ഫാമിലിയിലാണ് ജനിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ 4 അമ്മാവന്മാരായിരുന്നു, ഗുരുവായൂരെ മേശാന്തിമാർ. അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിൽ അത്രയും റിസ്ക് എടുത്ത് തന്നെ കല്യാണം കഴിച്ചെങ്കിൽ അപ്പോൾ എൻ്റെ ഒരു നല്ല മനസ്ഥിതിയോ എൻ്റെ ഒരു നല്ല സമയമായിരിക്കാം. ദൈവാനുഗ്രഹം സത്യമാണ്. അങ്ങനെ അപ്പോൾ ഇപ്പം എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ കുന്നംകുളമാണ്, ഈ ആയുർവേദവും ഇതൊക്കെയാണ് എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യണം. അങ്ങനെയാണ് ഞാൻ മരുന്നുണ്ടാക്കാനായിട്ട് ഞാൻ എല്ലാം പഠിച്ചു. അങ്ങനെ ജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ 23 നീണ്ട വർഷം അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. ഞാൻ തിരിച്ച് രണ്ടാമതും വീണ്ടും സിനിമയിൽ വരണമെന്നൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. അന്നൊക്കെ ആരൊക്കെ എന്നോട് ഒരു ജോത്സ്യനോട് പറഞ്ഞു, നിങ്ങൾ രണ്ടാമത് തിരിച്ച് സിനിമയിൽ വരുമ്പോൾ ഞാൻ അയാളെ ചീത്ത വിളിച്ചു. ഇത്ര നല്ലൊരു ജീവിതത്തിൽ ഞാൻ എന്തിനാണ് വിളിച്ച് സിനിമയിലോട്ട് വരുന്നത് എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ഒരു ഇതല്ലേ, അതുകൊണ്ട് വീണ്ടും തുടങ്ങിയെടുത്ത് തന്നെ വീണ്ടും വന്നു തിരിച്ചു വരാൻ. നീന റിട്ടയർ ചെയ്തു അല്ലേ? ഇപ്പോൾ May 31 റിട്ടയർ ചെയ്തു. നീനെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് എനിക്കറിയാമെങ്കിലും നീനയുടെ ജീവിത കഥകളൊന്നും എനിക്ക് അധികം അറിയില്ല.
പറയൂ, എവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു? ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയർ ആയിട്ട് ജോയിൻ ചെയ്തു 86-ൽ. ഡയറക്ടർ ബോർഡ് മെമ്പറായിട്ട് ഇപ്പം May 31 റിട്ടയർ ചെയ്തു. ആ ബോർഡിൽ വരുന്ന ആദ്യത്തെ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സേഫ്റ്റി വനിതാ ഡയറക്ടർ മെമ്പറാണ്. ഇത്ര കാലമായി ഇപ്പൊ ഹസ്ബൻഡ് മരിച്ചിട്ട്? 13 വർഷമായി. 13 വർഷമായി. സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നിയിരുന്നോ? ഇപ്പോഴും തോന്നുന്നുണ്ടോ? പുള്ളി മരിച്ച സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. കാര്യം നമുക്ക് എന്തോ എല്ലാം നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഒരു 2-3 വർഷം വല്ലാണ്ട് മാനസികമായിട്ട് അത് അഫക്ട് ചെയ്തു. അദ്ദേഹം പൊതുവെ വളരെ കാം നേച്ചറായിട്ടുള്ളായിരുന്നു. കോസ്മോയിൽ ഒരു ഓർത്തോപെഡിക് സർജൻ ആയിരുന്നു പുള്ളി. മിക്കവാറും ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർക്കെല്ലാം പുള്ളി അറിയാം. വളരെ ശാന്ത സ്വഭാവമായിരുന്നു. ഡോക്ടർ ജസ്സുകുമാർ എന്ന് പറയുന്ന ഓർത്തോപെഡിക് സർജൻ ആയിരുന്നു. പക്ഷെ കല്യാണം 84-ലായിരുന്നു. പുള്ളി അപ്പോൾ MS പഠിക്കായിരുന്നു മദ്രാസ് മെഡിക്കൽ കോളേജിൽ. 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ക്യാൻസർ അസുഖം ഡയഗ്നോസ് ചെയ്തു. അപ്പോൾ ആ ഏജിൽ എനിക്ക് 26 വയസ്സേ ഉള്ളൂ അന്ന്. പെട്ടെന്ന് അതൊരു ക്യാൻസറോ നമുക്ക് എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ ഇവിടെ വന്നു RCCയിൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. അപ്പോഴാണ് എനിക്ക് ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലിയായത്. പുള്ളി 1 വർഷത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് കോസ്മോയിൽ ജോയിൻ ചെയ്തു. പിന്നെ 93-ൽ അസുഖം റെക്കർ ചെയ്തു. പക്ഷേ എന്നാലും പുള്ളി നല്ലോണം കുറച്ച് കാലം കോസ്മോയിൽ വർക്ക് ചെയ്തെങ്കിലും വളരെ നല്ല പേരെടുത്ത ഒരു ഡോക്ടറായിരുന്നു. അസുഖം റെക്കർ ചെയ്തു. അപ്പോൾ വീണ്ടും ഷോക്കായി. വീണ്ടും പ്രശ്നമാണോ എന്ന് തോന്നി. അതിനകത്തുനിന്ന് സർവൈവ് ചെയ്തു. 2001-ൽ വീണ്ടും റെക്കർ ചെയ്തു. 2003 ആയപ്പോഴത്തേക്ക് സെക്കൻഡ് ഒരു മാലിഗ്നൻസി വന്നു. ലിവർ കാർസിനോമ വന്നു. പെട്ടെന്ന് മരണവും സംഭവിച്ചു. അപ്പം വല്ലാണ്ടത് ബുദ്ധിമുട്ട് തോന്നി. എല്ലാത്തിൽ നിന്നും അങ്ങ് അകത്തോട്ടങ്ങ് വലിഞ്ഞു. അകത്തോട്ട് വീട്ടിനകത്ത് തന്നെ ആയി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അതും ഭയങ്കര ബുദ്ധിമുട്ടായി. എന്തായാലും ജീവിച്ചല്ലേ പറ്റുള്ളൂ. പിന്നെ ഈ ജോലിയിൽ കൂടുതൽ അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം അതിനകത്ത് മുന്നേറാൻ പറ്റി. അങ്ങനെ ഈ ഡയറക്ടർ ബോർഡ് മെമ്പറൊക്കെ ആയപ്പോഴത്തേക്കും ഒത്തിരി ബിസിയായി. കാര്യം രാത്രി 10 മണിയായാലും ഇലക്ട്രിസിറ്റി ബോർഡിലെ ഡിസ്ട്രിബ്യൂഷൻ്റെ ചാർജും കൂടെ ആയിരുന്നു. ഇപ്പം അറിയാമല്ലോ, ഇപ്പം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഇപ്പോൾ ഈ സമയങ്ങളിൽ സപ്ലൈ പോകുമല്ലോ. ഇപ്പോൾ ഈ മഴ പെയ്യുമ്പോഴത്തേക്കും ഇവിടുത്തെ മരങ്ങൾ വീഴുമ്പോഴത്തേക്കും പോസ്റ്റ് ഒടിയും, അപ്പോഴത്തേക്കും വിളിക്കും. അങ്ങനെ ഒത്തിരി തിരക്കായിരുന്നു. അപ്പോൾ ഈ ഫോണൊക്കെ എപ്പോഴും ഇങ്ങനെ ലൈവായിട്ടിരുന്നു. റിട്ടയർ ചെയ്തപ്പോൾ വീണ്ടും ആ ഒരു ലോൺലിനെസ്സിലോട്ട് വീണ്ടും വരിക. എന്തെങ്കിലും നോക്കണം ഇനി. തങ്കത്തിനെ കുറിച്ച് ചില മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. തങ്കത്തിൻ്റെ ജീവിതത്തിൽ തങ്കം കടന്നുപോയ വളരെ സങ്കടകരമായ അവസ്ഥകളൊക്കെ അല്ലേ? തങ്കം പറയൂ, എത്ര വയസ്സിലാണ് വിവാഹം കഴിച്ചത്? 17. എത്ര വർഷം വരെ ഒന്നിച്ച് ജീവിച്ചു? 26 ഇയേഴ്സ് ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചു. മക്കൾ? ഒരു മോനുണ്ടായിരുന്നു. മോൻ എൻ്റെ ഹസ്ബൻഡ് 2005-ലാണ് മരിച്ചത്. വിവാഹം കഴിക്കുമ്പോൾ ഹസ്ബൻഡ് എന്തായിരുന്നു? ക്യാപ്റ്റൻ ആയിരുന്നു. അദ്ദേഹം ആർമി ഓഫീസറായിരുന്നു, ആർമി ക്യാപ്റ്റൻ ആയിരുന്നു എന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞ് അദ്ദേഹം ബ്രിഗേഡിയറായിട്ടിരിക്കുന്ന സമയത്താണ് 2005-ലാണ് അദ്ദേഹം മരിക്കുന്നത്. ജസ്റ്റ് ഒരു പനിയായിരുന്നു കാരണം. അത് കഴിഞ്ഞിട്ട് അത് മാറാതിരുന്നു. ഒരു മാസത്തോളം നിന്നു. അത് കഴിഞ്ഞപ്പം ഡയഗ്നോസ് ചെയ്തപ്പം ബ്ലഡ് ക്യാൻസർ ആണെന്ന് മനസ്സിലായി. ഡയഗ്നോസ് ചെയ്തതിൻ്റെ 29th ഡേ ചേട്ടൻ. എങ്ങനെയായിരുന്നു ഈ 17 വയസ്സിൽ വിവാഹം കഴിച്ച് ചെല്ലുമ്പോൾ വിവാഹ ജീവിതം? ആർമി ലൈഫ് നമ്മളെ നാട്ടിൽ നിന്ന് പെട്ടെന്ന് അവിടോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ കൊണ്ടുപോയ സമയത്ത് എനിക്ക് ഭയങ്കര വ്യത്യാസമായിരുന്നു. ഒന്നാമത് ഭാഷയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലെ ഏറ്റവും ഇളയ കുട്ടിയായതുകൊണ്ട് വളരെ പാമ്പർ ചെയ്തൊക്കെ വളർത്തി. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈവൻ കുക്ക് ചെയ്യാൻ പോലും എനിക്ക് അറിയില്ലായിരുന്നു. എല്ലാം പതുക്കെ പഠിച്ച് വന്നു. അവിടെ എല്ലാ സൗകര്യം ആർമി ലൈഫിൽ എല്ലാം ഉണ്ടായിരുന്നു. ഒന്നും എനിക്ക് ചെയ്യേണ്ടി അധികം വന്നിട്ടില്ല എങ്കിൽ പോലും. അത് കഴിഞ്ഞ് 19 ഇയേഴ്സ് ആയപ്പോൾ മോനുണ്ടായി. ഞങ്ങൾ ഓൾമോസ്റ്റ് 10 ഇയേഴ്സിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. നല്ല പാമ്പർ ചെയ്തായിരുന്നു എന്നെ. എന്നിട്ട് മോൻ എന്ത് പറ്റിയെന്ന്? മോൻ ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മോൻ നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞൊരു 3 ഇയേഴ്സ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ ഹസ്ബൻഡ്. നിങ്ങൾ രണ്ടുപേരും ഈ മോനും കൂടെ ഇല്ലാതായപ്പോൾ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ജീവിക്കുന്നത് എന്തിനാണെന്ന് പോലും പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. പിന്നെ അങ്ങ് ജീവിച്ചു ഒരു 3 ഇയേഴ്സ്. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഹസ്ബൻഡിന്റെ മരണവും. അത് കഴിഞ്ഞൊരു വല്ലാത്ത സിറ്റുവേഷനിലായിരുന്നു ഞാൻ. ഇങ്ങനെ കയറി വരുന്നു.
ശാന്തമ്മ കലാനിലയത്തിലായിരുന്നു അല്ലേ? അതെ, 9 വയസ്സ് മുതൽ ബാലനടിയായിട്ട് കയറിയതാണ് സ്റ്റേജിൽ. അപ്പോൾ എൻ്റെ ചേച്ചി ഈ ഫീൽഡുമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ അന്ന് NN പിള്ള സാറിൻ്റെ ട്രൂപ്പിലാണ് ആദ്യമായിട്ട് ഞാൻ സ്റ്റേജിൽ കയറുന്നത്. വിവാഹം എത്ര വയസ്സിൽ? വിവാഹം 22 വയസ്സിൽ. എത്ര കൊല്ലം ജീവിച്ചു ഒരുമിച്ച് ഭർത്താവുമായിട്ട്? ഒരു 30 വർഷത്തോളം. എത്ര വർഷമായി അദ്ദേഹം? ഇപ്പം അദ്ദേഹം മരിച്ചിട്ട് 28 വർഷം ആകുന്നു. മക്കള്? മക്കള് 3 പേര്, 2 പെണ്ണും 1 ആണും. നമുക്ക് തിരിച്ചു വരാം. സബീന, ഞാൻ വാസ്തവത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിഡോസ് വെൽഫെയർ അസോസിയേഷൻ ഇങ്ങനെ ഒന്നുണ്ട് കേരളത്തിൽ എന്ന് അറിയുന്നത് തന്നെ സത്യത്തിൽ ഇപ്പോൾ സബീനയോട് സംസാരിക്കുമ്പോഴാണ്. എന്താണ് ഇങ്ങനെ ഒരു സംഘടന തുടങ്ങാനുള്ളൊരു പ്രചോദനം? എന്താണ് പ്രചോദനം? ഞാൻ സെക്രട്ടേറിയറ്റിൽ ഒരു ഇതുപോലെയുള്ളൊരു സമരം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്നെ ക്ഷണിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഈ സെക്രട്ടേറിയറ്റിൽ വന്ന് ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ നിൽക്കുമ്പോൾ ഒരു കൂട്ടം പുരുഷന്മാരായിരുന്നു ഈ വിധവകളെ നയിച്ചു കൊണ്ടുവന്നതും അവർ പ്രോഗ്രാമെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു സ്ത്രീയെയും പങ്കെടുപ്പിക്കുകയോ അവരുടെ വിഷയങ്ങൾ സംസാരിപ്പിക്കുകയോ ചെയ്യാതെ പുരുഷന്മാരായിരുന്നു നിന്നത്. അപ്പോൾ ഞാനും സംസാരിച്ചിട്ട് മാറി നിന്നപ്പോൾ ഞാൻ സുമ എന്ന് പറയുന്നൊരു സുഹൃത്തിനെ കണ്ടു. അപ്പോൾ അവരിങ്ങനെ ജീവിത പാതിയിൽ തനിച്ചായി നിൽക്കുന്ന ഒരവസരത്തിലാണ് എന്നെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഈ പുരുഷന്മാരുടെ ഒരു കടന്നുകയറ്റം, ശത്രുവായിട്ടല്ല, കടന്നുകയറ്റം എല്ലാ മേഖലയിലും ഉള്ളതുപോലെ ആ മേഖലയിലും ഉണ്ടായി എന്ന് ഒരു ഫീലിങ്സ്, ഒരു വിഷമം ഉണ്ടായി. അത് ഞങ്ങൾ രണ്ടാളും കൂടെ ഒരു 2-3 മീറ്റിംഗ് രണ്ടുപേരും ഒരുമിച്ച് ചെയ്ത് തീരുമാനമെടുത്തു, ഞങ്ങൾക്കൊരു സംഘടന വേണം, അത് സ്ത്രീകൾ മാത്രം ഉൾപ്പെടുന്ന സംഘടന. അപ്പോൾ ഈ പാതി വഴിയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളെ ഒരുമിച്ച് ചേർത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അത് ഒരുപാട് അവകാശങ്ങളും ആവശ്യങ്ങളും അവർക്ക് മുന്നിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു ഓൾ കേരള വിഡോസ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് ഞങ്ങൾ രൂപം കൊടുത്തു. ഡോക്ടർ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരുവിധം എല്ലാ സ്ത്രീകളും ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞ് മുമ്പോട്ട് പോകുന്നത്, പ്രത്യേകിച്ച് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് കൂടെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ഒരുപാട് പേര് സമീപിക്കുന്നുണ്ടായിരിക്കാം അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലേ, ഡിപ്രഷൻ ഒക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട്. ഡോക്ടർ ഒന്ന് പറയുമോ ഈ ഒരു മാനസികാവസ്ഥ? എനിക്ക് തോന്നുന്നു ഇതൊരു സത്യം പറഞ്ഞാൽ ഒരു ലളിതമായ ഒരു അവസ്ഥയല്ല, ഒരു സങ്കീർണമാണ്. ഒരർത്ഥത്തിൽ വളരെ ആരോഗ്യകരമായി വളരെ സൗഹൃദമായി ജീവിച്ചു പോയ ശേഷം അവിചാരിതമായി പാതി വഴിയിലോ അല്ലെങ്കിൽ നടക്കാൻ തുടങ്ങുമ്പോഴൊക്കെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നത് ഏറ്റവും വലിയ ലോസാണ്. ആ ലോസിൻ്റെ ഫലമായിട്ട് ആസ് റൈറ്റ്ലി പുട്ട് ഇറ്റ് വല്ലാത്ത വിഷാദം അനുഭവിക്കുകയും എങ്ങനെ മുന്നോട്ട് നടക്കാം എന്നറിയാതെ നിന്നു പോവുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനെ സാമാന്യവൽക്കരിക്കാൻ സാധ്യവുമല്ല. കാരണം ഒരിക്കൽ ഞാൻ മുൻപ് വർക്ക് ചെയ്ത സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഡി അഡിക്ഷൻ സെൻ്റർ ആയിരുന്നു. വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു കപ്പിള് സ്ഥിരമായിട്ട് കാണാൻ വരുമായിരുന്നു. അയാൾ എൻജിനീയറാണ്. കുറച്ച് ദിവസം അയാൾ മദ്യപിക്കും, വീണ്ടും മദ്യപാനം നിൽക്കും, വീണ്ടും മദ്യപിക്കും, വീണ്ടും മദ്യപാനം നിൽക്കും. അങ്ങനെ അയാളുടെ വൈഫും ഉണ്ടായിരുന്നു, കുട്ടികളില്ല. കുറേ കാലം കഴിഞ്ഞ് കാണാനില്ല. എന്നിട്ട് ഈ വൈഫ് തനിയെ വന്നിട്ട് കേസ് റെക്കോർഡ് ഫയൽ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഈ വൈഫ്, ഞാൻ ചോദിച്ചു, അയ്യോ ഹസ്ബൻഡ് ഇവിടെ കണ്ടില്ലല്ലോ. അയ്യോ സാർ അറിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ല. അയ്യോ അതേ മരിച്ചുപോയി. അപ്പം ഞാൻ കഷ്ടം, മരിച്ചുപോയോ? ഉടനെ ഈ സ്ത്രീ ചോദിച്ചു, സാർ ഒരു ദുഷ്ടനാണോ? ഞാൻ പറഞ്ഞു അതെന്ത് പറ്റി അങ്ങനെ? സാറിനറിയില്ല ഞാൻ എത്രത്തോളം കഷ്ടപ്പെടുകയായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം ഈ വിവാഹ ജീവിതത്തിൻ്റെ സ്വഭാവമാണ് നഷ്ടബോധം നിശ്ചയിക്കുന്നത്. ഇവിടെ ഈ ലേഡി ശരിക്കും ഷി വാസ് സഫറിങ് എ ലോട്ട്. കാരണം ഇദ്ദേഹം കുടിച്ചു വന്ന ശേഷം കാണിക്കുന്ന പ്രശ്നങ്ങൾ, ഡി അഡിക്ഷന് കൊണ്ടുവരിക, വീണ്ടും അയാൾ പോവുക, പ്രശ്നം ഉണ്ടാക്കുക. അപ്പോൾ ഇതെല്ലാം സാമാന്യവൽക്കരിച്ച ശേഷം ഒരാളുടെ ലോസ് ഹാസ് റിയലി ക്രിയേറ്റഡ്, ഭയങ്കരമായ എല്ലാം നഷ്ടപ്പെട്ടു എന്ന അർത്ഥത്തിലല്ല. ചില ആൾക്കാർക്ക് ഒരു പുതുജീവിതം നൽകാറുണ്ട്, ചില ആൾക്കാർക്ക് ഒരു വ്യത്യാസം നൽകാറുണ്ട്, ചില ആൾക്കാർ പകച്ചു നിന്നു പോകാറുണ്ട്. അതൊക്കെ ഈ വിവാഹ ജീവിതത്തിൻ്റെ അന്ന് വരെയുള്ള വിവാഹ ജീവിതത്തിൻ്റെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കും. ഇതാണ് സത്യം. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ. ഞാൻ കാണുന്ന ശ്രീലത ചേച്ചി എപ്പോഴും തമാശ പറയുന്ന ഒരാളാണ്. നല്ല ചിരിച്ച് വളരെ പ്രസന്നപതിയായി നടക്കുന്ന ഒരു ചേച്ചിയാണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, അതായത് പെട്ടെന്ന് ഡോക്ടർ നഷ്ടപ്പെട്ടപ്പോൾ ചേച്ചിക്ക് ഉണ്ടായ ഈ സമൂഹത്തിൽ ഇനി ഞാൻ എന്ത് രീതിയിലാണ് ചേച്ചി ഭയന്നിരുന്നോ? ഞാൻ എങ്ങനെ ഈ ഘട്ടം കടന്നു പോകുന്നു പേടിച്ചിരുന്നു? ഭയന്നിരുന്നു. കാരണം എനിക്ക് ഈ അലമുറയിട്ടുള്ള കരച്ചിലല്ലായിരുന്നു.
എനിക്കൊരു 2-3 ദിവസത്തേക്ക് ഭയങ്കര മൗനമായിരുന്നു. കാരണം മരിച്ചു പോയി എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒരു മുറിക്കകത്ത് കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്മെല്ല് വരുന്നതായിട്ട് എനിക്ക് തോന്നുക. പിന്നെ യാത്ര ചെയ്യുമ്പം എനിക്ക് തോന്നിയിരുന്നു, ഞാൻ തനിയെ യാത്ര ചെയ്യുമ്പം ഒരുപാട് യാത്ര ചെയ്യുന്ന ആളായിരുന്നു ഒരുപാട് ഡോക്ടർ, യാത്ര അല്ലേ? ചെയ്യും, അതെ. ഒരുപാട് യാത്രകൾ മാത്രമല്ല, ഇപ്പോ ചിലപ്പോ ഞാനൊക്കെ അസൂയപ്പെട്ടിട്ടുണ്ട്. എവിടെയൊക്കെയാണ് ഇവർ രണ്ടുപേരും യാത്ര ചെയ്യുന്നത്. മാത്രമല്ല ചേച്ചി എപ്പോഴും ഇങ്ങനെ ആഭരണ വിഭൂഷിതയായി നടക്കുന്നത് കാണാൻ ഡോക്ടർക്ക് വലിയ ഇഷ്ടമായിരുന്നു, അല്ലേ? പുറത്തൊക്കെ ഇറങ്ങുമ്പോ വളരെ ഗോഡി ആയിട്ട് ഡ്രസ് ചെയ്ത് നിറച്ച ആഭരണമൊക്കെ ഇട്ട് അങ്ങനെ ചേച്ചിയെ കൊണ്ട് നടക്കാൻ വലിയ. കാരണം ഞാനൊരു കല്യാണത്തിന് മുമ്പ് ഞാനൊരു സാരി കൊടുക്കും. അപ്പം കഴിഞ്ഞിട്ട് വരും, ആ നോക്കട്ടെ, അയ്യേ അത് കൊള്ളില്ല, അത് മാറ്റിക്കോ. ഞാൻ പറയാം ശരി ഇത് പോരെ, അത് പോരാ. അങ്ങനെ എന്നെ കൊണ്ട് നിർബന്ധിച്ച് ആ സാരിയുടേക്ക് ഈ സാരിയുടേക്ക് ആഭരണങ്ങളുടേക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 3-4 ദിവസത്തേക്ക് ഞാൻ എൻ്റെ ചിന്ത, ഞാൻ ഏതെങ്കിലും സത്യസായി ബാബയുടെ അങ്ങോട്ട് പോകണോ, അമൃതാനന്ദമേ അങ്ങോട്ട് പോകണോ, എനിക്ക് ആകെപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥ. എനിക്ക് അദ്ദേഹം ഇരിക്കുന്ന മുറിക്കകത്തോട്ട് കയറാൻ വയ്യ. അങ്ങനെയൊക്കെ പിന്നെ ഞാൻ ആലോചിച്ച് എൻ്റെ മക്കളുണ്ടല്ലോ, അപ്പോൾ ഒരു ജീവിതത്തിൽ ലക്ഷ്യമുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ 2 മക്കൾ, ഇനി അവർക്ക് വേണ്ടി ജീവിക്കും. ഇനി അവർ ഇപ്പം ഞാൻ എൻ്റെ ജീവിതമൊക്കെ ഇങ്ങനെ ആയിപ്പോൾ അവർ വല്ലാണ്ട് വിഷമിക്കും. പിന്നെ ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും വളരെ സിൻസിയറായിരിക്കും. ഒരു ഷൂട്ടിങ്ങിന് പോയാൽ 9 മണിക്ക് പറയാം 9 മണിക്ക് എത്തിയിരിക്കും. പിന്നെ അവിടെ അങ്ങ് ഒരു കള്ളത്തരം. അതുകൊണ്ടാണ് എനിക്ക് ഈ മരുന്നുണ്ടാക്കുന്ന കാര്യത്തിലേക്ക് ഇത്രയും ഒരു സിൻസിയറായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇങ്ങനെ പിന്നെ എന്തെന്ന് വെച്ചാൽ ഞാൻ തനിയെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് തോന്നുക, ഞാൻ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് തോന്നുക, ഇപ്പോൾ ഒന്ന് വന്നിരുന്നെങ്കിൽ ആരും കാണില്ലല്ലോ, എനിക്ക് മാത്രം കാണാൻ മതിയല്ലോ. അങ്ങനെ ചില സിനിമയെ നമ്മൾ കണ്ടിട്ടില്ലേ, അങ്ങനെയൊക്കെയുള്ളൊരു തോന്നൽ. അതുപോലെ ഈ പ്രൊഫസർ മുതുകാടൻ നല്ല ചായ ഉണ്ട് ഡോക്ടർ, അറിയാമല്ലോ. പുള്ളിയെ എനിക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ എനിക്ക് കാണാൻ വയ്യ, ഞാൻ ഓഫ് ചെയ്യും. ആ പുള്ളിയെ സംസാരിക്കുന്നതും ആ ഒരു ഫേസാണ് കുറച്ചുകൂടി ചെറുപ്പത്തിലുണ്ടായിരുന്നത്. എൻ്റെ വീട്ടിലിരിക്കുന്ന ഫോട്ടോ കണ്ടാലേ അറിയാം. അപ്പം ഞാനൊരിക്കൽ മുതുകാടനോട് തന്നെ പറഞ്ഞു, നിങ്ങളെ കാണുമ്പോൾ എൻ്റെ ഓർമ്മ വീണ്ടും പഴയതിലോട്ട് പോകുന്നു എന്നിങ്ങനെ. അങ്ങനെ കുറച്ച് ദിവസം ഞാൻ ഭയങ്കര പ്രശ്നമാണ്, എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ഇപ്പോഴും കൂടെ വെറുതെ ഇരിക്കുമ്പോഴെങ്കിലും എനിക്ക് തോന്നാറുണ്ട്, ഇപ്പോൾ ഒന്ന് വന്നിരുന്നെങ്കിൽ. പിന്നെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഇടിയൊക്കെ ഭയങ്കര പേടിയാണ്. രാത്രി ഞാൻ ശബ്ദം കേട്ട പെട്ടെന്ന് എണ്ണീക്കും. അപ്പോൾ പേടിക്കണ്ട കേട്ടോ. കുറച്ച് ദിവസമൊക്കെ എനിക്ക് തോന്നിയിരുന്നു, ഇങ്ങനെ ഇടിയൊക്കെ വെട്ടുമ്പോൾ ഞാൻ എണ്ണിച്ചിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, അടുത്തിരുന്ന് എന്നോട് പറയുന്നുണ്ട് പേടിക്കണ്ട കേട്ടോ ഇങ്ങനെയൊക്കെ. പക്ഷേ ഇപ്പോൾ ഞാൻ പിന്നെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, മക്കളുണ്ട്, അവരോട് ജീവിക്കട്ടെ. പിന്നെ എൻ്റെ മോനാണ് കൂടുതൽ എന്നോട് പറയുന്നത്, അമ്മേ ഇതൊക്കെ ജീവിതമല്ലേ. പിന്നെ പുള്ളിയുടെ ഒരു ജാതകത്തിൽ പുള്ളി 2007 അപ്പുറം ഇല്ലയെന്നായിരുന്നു, 2005 മരിച്ചു. അപ്പോൾ പുള്ളി എന്താ വെച്ചാൽ ഇവിടെ കൊണ്ടുപോയി നമ്മളെ അവിടെ എല്ലാം വിറ്റ്, പുള്ളിക്ക് ഇങ്ങനെ അസുഖം വന്നപ്പോൾ തന്നെ ഇവിടെ കൊണ്ടുവന്നു, സെറ്റിൽ ചെയ്തു, വീടൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറയുകയാണ്, നീ ഇനിയിപ്പം ഞാൻ 23 വർഷമായിട്ട് ഒരു പാട്ടും പാടാതിരുന്നു. അല്ല ശരിക്കും വയ്യാതായിട്ടാണോ തിരുവനന്തപുരത്തേക്ക് വന്നത്? അതെ, വയ്യാതായിട്ടാണ്. അതെ, ഈസോഫാഗിൽ ഒരു പൊട്ടൽ വന്നു, ബ്ലഡ് വൊമിറ്റ് ചെയ്തു. അപ്പോൾ പുള്ളിക്ക് ഡോക്ടർ തന്നെയാണോ പറഞ്ഞത് അഭിനയിക്കാൻ ഇറങ്ങി? ഇല്ല, അഭിനയിക്കാൻ ഇറങ്ങിക്കോളാൻ പറഞ്ഞില്ല. ഞാനിവിടെ വന്ന് താമസിച്ചപ്പോൾ ഒരുപാട് സീരിയൽ ആൾക്കാരൊക്കെ വന്നു, അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് തോന്നി അഭിനയിച്ചോട്ടെ, നല്ല വേഷമാണെങ്കിൽ അഭിനയിച്ചാൽ മതി.